ഞാൻ ശരിക്കും ഒരു മെഡിസിൻ വാങ്ങാനായിട്ട് ഇവിടുന്ന സമയത്താണ് ഉമ തോമസിനെ കൊണ്ടുവരുന്നത്. ആ നിലവിളിയൊക്കെ കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ നെറ്റിയുടെ ഭാഗത്തും ചെവിയുടെ ഈ ഭാഗത്തും ഒക്കെ നല്ല മുറിവുണ്ട്, രക്തം വാർന്നു വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസിന്റെ 1-2 പ്രവർത്തകരും ഈ സംഘാടകരുമാണ് കൂടെ വന്നത്. അതിനുശേഷം അകത്തേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ അവർ സർജറിയുടെ റൂമിലേക്ക് കയറ്റി. അപ്പോൾ ഉമ തോമസ് ആക്ച്വലി ആ സമയത്ത് അൺകോൺഷ്യസ് ആണ്. അപ്പോൾ ഇപ്പോൾ അവിടെ CT സ്കാനിന് വേണ്ടി കയറ്റിയിരിക്കുകയാണ്. CT സ്കാനിന് വേണ്ടി അകത്തേക്ക് കയറ്റിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂറോ സർജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ചെവിയുടെ ഭാഗത്തുള്ള മുറിവ് അല്പം വലിയൊരു മുറിവ് തന്നെയാണ് ഈ ഭാഗത്തായിട്ടും നെറ്റിയിലും മൂക്കിൻ്റെ ഈ പോർഷനായിട്ടുള്ളത്. എന്താണെങ്കിലും ഇവിടെ തന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് സംശയിക്കുന്നത്. എന്താണെങ്കിലും ന്യൂറോ സർജനും ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെ സംസാരം ഉണ്ടായിരുന്നു. അതിൽ CT സ്കാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്റെ തീരുമാനത്തിലേക്ക് വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതെ. അല്ല, ഇവിടുത്തെ ന്യൂറോ സർജനും എല്ലാം എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ന്യൂറോ സർജനും ഫിസിഷ്യനും എല്ലാവരും അകത്ത് തന്നെയുണ്ട്. പിന്നെ നേതാക്കളായിട്ട് ബെന്നി ബേനാനകത്തുണ്ട്, അതുപോലെ ദീപ്തി മേരി വർഗീസ് അകത്തുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കന്മാരും അകത്തുണ്ട്. ഞാൻ കാണുന്ന സമയത്ത് കോൺഷ്യസ് അല്ല. ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട്. അല്ല, ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ചാണ് കാണുന്നത്. ഹോസ്പിറ്റലിൽ ഞാൻ മെഡിസിൻ മേടിക്കുന്ന സമയത്ത് ഈ അദ്ദേഹത്തിന്റെ ഇതിലേക്കാണ് കൊണ്ടുപോകുന്നത്. എമർജൻസി എക്സിറ്റ് കൂടെയാണ് കൊണ്ടുപോകുന്നത്. അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാനിത് കാണുന്നത്. പെട്ടെന്നാണ് ഉമാ തോമസ് ആണെന്ന് പറയുന്നതും. ആ സമയത്ത് ആ സംഘാടകർ മാത്രമേ 3-4 പേര് കൂടെ ഉള്ളൂ. കോൺഗ്രസിന്റെ 1-2 പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉടൻ തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉമാ തോമസിനെ ആശുപത്രിയിൽ വെച്ച്, അതായത് ആശുപത്രിയിലേക്ക് റെനി മെഡിസിറ്റിയിലേക്ക് ഉമാ തോമസിനെ കൊണ്ടുവന്ന സമയത്ത് സാന്ദർഭികമായിട്ട് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ബൈജു കൊട്ടാരക്കരയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. ബൈജു കൊട്ടാരക്കരയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഉമാ തോമസിന്റെ സ്ഥിതി ഗുരുതരമാണ് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഉമാ തോമസിനെ കാണുന്ന സമയത്ത് ഉമാ തോമസ് ഒട്ടും കോൺഷ്യസ് ആയിരുന്നില്ല, ബോധത്തോടു കൂടി ഉണ്ടായിരുന്നില്ല. ഉമാ തോമസിന്റെ നെറ്റിയിലും തലയ്ക്ക് പിന്നിലും ചെവിയുടെ പിന്നിലും ഒക്കെ ആയിട്ടാണ് മുറിവുകൾ ഉണ്ടായിരുന്നത്. ഈ മുറിവുകളിൽ നിന്ന് കാര്യമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായിരുന്നു, രക്തം നന്നായി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിൽ വെച്ചാണ് ഉമാ തോമസിനെ കാണുന്ന സ്ഥിതി ഉണ്ടായത്. ഉമാ തോമസിന്റെ ഇപ്പോൾ CT സ്കാനിന് വേണ്ടി കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ CT സ്കാനിന് വേണ്ടിയിട്ട് ഉമാ തോമസിനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിദഗ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ഇപ്പോൾ ന്യൂറോ സർജൻ തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂറോ സർജൻ ഉമാ തോമസിനെ പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് റെനി മെഡിസിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘം ഇവിടേക്ക് എത്തുമോ എന്ന കാര്യം കൂടുതൽ പരിശോധനകൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ഒരു വിദഗ്ധമായിട്ടുള്ള മെഡിക്കൽ തീരുമാനം എടുക്കുകയുള്ളൂ. ഏതായാലും ഉമാ തോമസ് കോൺഷ്യസ് ആയിരുന്നില്ല, താൻ കാണുമ്പോൾ കോൺഷ്യസ് ആയിരുന്നില്ല എന്ന് ബൈജു കൊട്ടാരക്കാരെ സ്ഥിരീകരിക്കുന്നു. നമുക്ക് ആദ്യം ഒരു വിവരം ലഭിച്ചിരുന്നു, ഉമാ തോമസിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഉമാ തോമസ് കോൺഷ്യസ് ആയിരുന്നു, അവർക്ക് ബോധം ഉണ്ടായിരുന്നു എന്നൊരു വിവരം ഉണ്ടായിരുന്നു. എന്നാൽ ആ വിവരം തീർത്തും തെറ്റാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഉമാ തോമസ് ഇവിടെ കൊണ്ടുവരുന്ന സമയത്തും അവർക്ക് ഒരു തരത്തിലുള്ള ബോധവും ഉണ്ടായിരുന്നില്ല. ഉമാ തോമസിൽ നിന്ന് ഒരുപാട് രക്തസ്രാവം ഉണ്ടായിരുന്നു. ഈ രക്തത്തിൽ കുളിച്ചിരുന്ന ഒരു നിലയിലായിരുന്നു ഉമാ തോമസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ദീപ്തി മേരി വർഗീസ് അല്പസമയം മുമ്പ് 24 സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഉമാ തോമസിന് സംഭവിച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിൽ, അല്ലെങ്കിൽ ഉമാ തോമസിന് സംഭവിച്ചിട്ടുള്ള ഒരു അപായത്തിൽ എല്ലാവരും അങ്ങേയറ്റം സ്തബ്ധരാണ്. തീർത്തും സന്തോഷകരമായിട്ടുള്ള ഒരു പരിപാടിയിൽ വെച്ചാണ് ഉമാ തോമസിന് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരുന്നത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഏതായാലും ഉമാ തോമസിന്റെ ആരോഗ്യനില എന്ന് പറയുന്നത് ഇപ്പോൾ ഒട്ടും തന്നെ പ്രവചനാതീതമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഉമാ തോമസിനെ തലയ്ക്കേറ്റ പരിക്ക് ഗുരുതരമാണ് എന്നൊരു വിവരമാണ് നമുക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അല്പസമയത്തിനകം PRO നമ്മളോട് സംസാരിക്കുവാനുള്ള സാധ്യതകളെല്ലാം നിലനിൽക്കുന്നു. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഉമാ തോമസിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ.